വി പി മറ്റു വിഷയങ്ങൾക്കൊക്കെ അപ്പുറം എനിക്കറിയേണ്ട നിങ്ങളുടെ മുതിർന്ന നേതാവ്, നിങ്ങളുടെ ദേശീയ നേതാവായിരുന്ന ശിവരാജൻ പറയുന്നു ദേശീയ പതാക മാറ്റി അവിടെ കാവിക്കൊടി സ്ഥാപിക്കണം. അത് അദ്ദേഹത്തിന്റെ മാത്രം നിലപാടാണോ, നിങ്ങളുടെ BJP നിലപാടാണോ ശ്രീ വി പി ശ്രീപത്മനാഭൻ? അല്ല, ഞാൻ അതിന് മുമ്പ് ഞാൻ ഇന്ന് കണ്ടെത്തിയ ഒരു കൗതുകരമായൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഒരു ഭാരത് മാതാ പ്രതിമയാണ്. ഇത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഹരിദ്വാറിൽ ഉദ്ഘാടനം ചെയ്ത ഭാരത് മാതാ മന്ദിർ, സത്യാനന്ദ തീർത്ഥ എന്ന് പറയുന്ന ഒരു സ്വാമി ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം നിർമ്മിച്ച ഒരു ഭാരതമാതാ ക്ഷേത്രം. അവിടെ ശ്രീമതി ഇന്ദിരാഗാന്ധി പോയിട്ട് 1983 സത്യമിത്രാനന്ദഗിരി എന്ന് പറയുന്ന സ്വാമിജി നിർമ്മിച്ച ക്ഷേത്രം നോക്കൂ. ഈ ഭാരതമാതാവിന് നോക്കൂ, ഒരു സിംഹാരൂഢയായി കാവി സാരി ഉടുത്ത് കാവി ആ പതാക, അതായത് ഇപ്പോൾ ഗവർണർ വെച്ച ഭാരതമാതാ എന്താ പറയുക ഫോട്ടോയിലെയും ഇന്ന് ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ വെച്ചതുമായ ഭാരതമാതാ ഫോട്ടോയിലെയും ഒക്കെ അതേ കൊടി, കാവിക്കൊടി. ഇങ്ങനത്തെ ഒരു പ്രതിമ ഉൾപ്പെട്ട മന്ദിരം 1983 ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഇത് പുറത്തെ പ്രതിമയാണ്, ഇതിൻ്റെ ഉള്ളിലത്തെ ചിത്രമുണ്ട്. അതായത് ഡയറ്റിയുടെ വിഗ്രഹത്തിൻ്റെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹിന്ദു ക്ഷേത്രത്തിലെ ഡയറ്റി, സമാനമായ ഡയറ്റി ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. എന്താ ഞാൻ ചോദിക്കട്ടെ, എന്തത്ര പ്രശ്നം? എന്റെ ചോദ്യം, ഈ ദേശീയ പതാക മാറ്റി അത് കാവിക്കൊടിയാക്കണം എന്ന ശിവരാജന്റെ നിലപാട് BJP നിലപാടാണ്. അതവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കാൻ പറ്റില്ല സാറേ, അതവിടെ നിൽക്കാൻ പറ്റില്ല സാറേ. ഇതിനേക്കാളൊക്കെ വലിയ പ്രശ്നമാണല്ലോ. സീരിയസ് ആയിട്ട് എടുക്കാൻ അത് നിൽക്കും, അതവിടെ നിൽക്കും. അപ്പൊ നിങ്ങളുടെ മുതിർന്ന നേതാവ് പറയുന്ന തമാശക്ക് പറഞ്ഞ കോമഡി താലിബാൻ കൊലപാതകം പ്രശ്നമല്ല. അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ദേശീയ നേതാവ് RSSന്റെ ആദ്യകാലത്തെ മുൻനിർത്തക്കാരൻ VP താങ്കൾ പറയുന്നത് അതിൽ കാര്യമാക്കണമെന്ന് പറയുന്നത് താങ്കളുടെ നേതാവിനെ അധിക്ഷേപിക്കാം. അറിയാൻ ചെവിയും കേൾക്കാൻ ഞാൻ അതെ, ശിവരാജൻ ചേട്ടനെയും കൊണ്ട് നിങ്ങൾ പത്രക്കാർ കുറേ ദിവസമായി നടക്കുന്നത്. പാലക്കാട് ഇലക്ഷൻ മുതൽ തുടങ്ങിയതാണ്. അദ്ദേഹം പറയുന്ന കാര്യം മുഴുവൻ BJPന്റെ ഔദ്യോഗിക നിലപാടാണെന്ന് പറഞ്ഞിട്ട് ആഘോഷിച്ച് നടക്കല്. അദ്ദേഹം പറയുന്നൊന്നുമല്ല BJPയുടെ നിലപാടെന്ന് എന്നെക്കാൾ നന്നായി നിങ്ങൾക്കറിയാം. ഓരോന്ന് വിളിച്ചു പറയണ്ട. നിങ്ങളുടെ നേതാവ് തന്നെയല്ലേ ഇപ്പോഴും? നിൽക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് എന്തൊരു അല്ല, ഞാനൊരു ചോദ്യം മനസ്സിലായി, ഉത്തരം കേൾക്കുക, ക്ഷമിച്ച് കേൾക്കുക. താലിബാൻ മോഡൽ കൊലപാതകം കേരളത്തിൽ നടന്നിട്ട് അത് ചർച്ച ചെയ്യാത്ത ചാനലാണ് ന്യൂസ് 24. താലിബാൻ നമ്മുടെ സുഹൃത്തുക്കളാകട്ടോ. ഉത്തർപ്രദേശിലെങ്ങാനായിരുന്നെങ്കിൽ എന്റെ ഹാഷ്മിങ്ങനെ ഉറഞ്ഞു തുള്ളുമായിരുന്നല്ലോ. താലിബാൻ നമ്മുടെ സുഹൃത്തുക്കളാണ്. താലിബാൻ മോഡൊന്നും പുതിയ കാലത്ത് പറയാൻ പാടില്ല. താലിബാനും ഇന്ത്യയുമായി വലിയ ബന്ധത്തിലാണ്. അങ്ങോട്ട് ഫോണും ഒക്കെ വിളിച്ച് നമ്മൾ വലിയ ബന്ധം തുടങ്ങുക താലിബാനുമായിട്ട്. അതെ, ഈ ഇരട്ടത്താപ്പൊന്നും വേണ്ട. ഇന്ദിരാഗാന്ധിക്ക് ഉദ്ഘാടനം ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് വെക്കാം. ഇന്ദിരാഗാന്ധിക്ക് ഉദ്ഘാടനം ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് വെക്കാം, ഗവർണർക്കും വെക്കാം. ഇതൊന്നും വലിയ സംഭവമാക്കണ്ട. ഇതൊന്നല്ല കേരളം നേരിടുന്ന പ്രശ്നം. കേരളത്തിൽ പിണറായി വിജയൻ്റെ നാട്ടിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ താലിബാൻ മോഡൽ കൊലപാതകം, ആത്മഹത്യ, പീഡനം, അതിനുശേഷം ആത്മഹത്യ. ഇപ്പം കേസ് തേച്ചു മാച്ച് കളയാനുള്ള ഓട്ടം നടക്കുക. ഇതൊന്നല്ല കേരളം നേരിടുന്ന പ്രശ്നം. ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്ത ഭാരതമാതാ മന്ദിരത്തിലെ ഒരു പ്രതിമയെ ഇതേപോലത്തെ ഡിക്റ്റോ ഫോട്ടോസ്റ്റാറ്റ് ആണ് ഗവർണർ വെച്ചിരിക്കുന്നത്, ആണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. താങ്കൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഇടക്കാല സർക്കാരിന്റെ വിദേശമന്ത്രിയായിരുന്ന മൗലവി അമീർ ഖാൻ മുത്തക്കിയുമായി നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഫോണിൽ സംസാരിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ സൗഹൃദം മെച്ചപ്പെടുത്തുകയാണ്, സൗഹൃദം ദൃഢപ്പെടുത്തുകയാണ് താലിബാനോട്. അതുകൊണ്ട് അങ്ങിപ്പോൾ അറിയാതെ ഒഴുക്കിൽ പറഞ്ഞു പോയതാണ്. പക്ഷെ നമ്മുടെ നാടിന്റെ സൗഹൃദമാണ്. അപ്പൊ ഇനി താലിബാൻ മോഡലൊന്നും നിങ്ങൾ എവിടെ പറഞ്ഞാളരുത്. നമ്മുടെ നാട്, നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ BJP സർക്കാർ താലിബാനുമായുള്ള സൗഹൃദം അങ്ങേയറ്റം മെച്ചപ്പെടുത്തി കൊണ്ടുപോവാണ്. അതിനിടയ്ക്ക് അറിയാതെ പറഞ്ഞു പോയതാണ്. ഇനിയിപ്പോ ആവർത്തിക്കല്ലേ, ചിലപ്പോൾ സംഘടനാ നടപടി വരും. ഒരു ചെറിയ കാര്യം കൂടി, ഇത് നിലമ്പൂർ വോട്ടെണ്ണൽ നാളെ ആയിരുന്നെങ്കിൽ ഇന്ന് ഇത് നിങ്ങൾ ചർച്ച ചെയ്യൂല. നാളെ നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിലമ്പൂരിൽ നാളെ എന്താവും ചോദിച്ചിട്ടാ. ഇതിപ്പോ ഒരു ഗ്യാപ്പ് കിട്ടി നിലമ്പൂരിന്, ഒരു ദിവസത്തെ ഗ്യാപ്പ്, അതിന്റെ ബഹളാണ്.
വെറുതെ ഒച്ച ഉണ്ടാക്കണ്ട, വെറുതെ ബഹളം ഉണ്ടാക്കണ്ട. ഓക്കേ. ഇന്ദിരാഗാന്ധി ചെയ്തതിനപ്പുറം ഒന്നും ഞങ്ങൾ ഓക്കെ സർ, വി പി, അപ്പൊ ഞാൻ ഇത് പറഞ്ഞ ജീവിക്കുന്ന ഓർമ്മയിലിരിക്കട്ടെ, താലിബാനുമായി രാജ്യം ഇപ്പോൾ അസാധ്യ സൗഹൃദത്തിലാണ്. അവിടുത്തെ ഏതോ മുത്തക്കിയുമായി നമ്മുടെ വിദേശകാര്യമന്ത്രി വലിയ ചർച്ചയൊക്കെ നടത്തി. നമ്മുടെ സൗഹൃദ രാഷ്ട്രമാണ് താലിബാൻ. അതുകൊണ്ട് ഇനിയിപ്പോൾ താലിബാൻ മോഡൽ എന്നൊക്കെ അങ്ങനെ അധിക്ഷേപിച്ച് പറയല്ലേ, നമ്മുടെ സുഹൃത്തല്ലേ. ഞാൻ എത്താൻ കേട്ടോ. ശ്രീ ദിനു, ഇന്ത്യയുടെ വിദേശകാര്യ നയമൊന്നും ആലോചിച്ച് ആഷ്മി ബേജാറാവണം. അത് അധിക്ഷേപിക്കാൻ പാടില്ല. നമ്മുടെ സുഹൃത്തുക്കളാ താലിബാൻ. അതുകൊണ്ട് താലിബാൻ മോഡൽ എന്ന് പണ്ട് പറയുന്ന ഒഴുക്കിൽ പറയല്ലേ. മനസ്സിലായില്ലേ? ഓക്കെ, മനസ്സിലായി, നല്ലത്. പിണറായി സംഭവിച്ചതെങ്ങാൻ ഉത്തർപ്രദേശിലായിരുന്നെങ്കിൽ എന്റെ ഗുരുവായൂരപ്പ, ഉത്തർപ്രദേശിലായിരുന്നെങ്കിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടേനു ആഷ്മി ഇവിടെ. ശരി, ഓക്കെ. ദിനുവയിൽ അപ്പം താലിബാൻ നമ്മുടെ സുഹൃത്തുക്കളായി. ഇപ്പോൾ താലിബാൻ മോഡൽ ദിനുകൂടെ ആവർത്തിക്കേണ്ട കാര്യം, ഇനി വല്ല കേസൊക്കെ വന്നാലോ.